ഹായ് വ്യൂവേഴ്സ്, നമ്മളെല്ലാവരും ഒരാഴ്ചത്തെ പച്ചക്കറി ഒരുമിച്ചൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒരാഴ്ചത്തെ പച്ചക്കറി വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ എല്ലാം ഒന്നും നമ്മുടെ നാട്ടിലെ പോലത്തെ ഒന്നും കിട്ടത്തില്ല. എന്നാലും കിട്ടുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന, കൂടുതലും നമ്മളിവിടെ റൊട്ടിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കൂട്ടാൻ വെക്കുന്നതൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഒരാഴ്ചത്തേക്ക് ഇത്രയൊക്കെ മതിയാവും നമുക്ക്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പനീറുണ്ടായിരുന്നു, പിന്നെ കുക്കുംബറും ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചിയും കോവയ്ക്കയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതെല്ലാം കുറച്ച് തൂക്കമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അല്ലാതെ നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ പച്ചക്കറി കിറ്റൊന്നും അല്ലല്ലോ കിട്ടുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര വേണം, 1, 2, 3 അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തൂക്കിയാണ് നമ്മൾ കുറേശ്ശെ വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നു, അങ്ങനെ കുക്കുംബർ വാങ്ങിച്ചു, പിന്നെ കോളിഫ്ലവർ, കോവയ്ക്ക കിട്ടിയായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ. പിന്നെ കിഴങ്ങും ഉള്ളിയൊക്കെ പിന്നെ സവാളയൊക്കെ എല്ലായിടവും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ക്യാബേജ് വാങ്ങിച്ചായിരുന്നു. പാവയ്ക്കൊന്നും അങ്കിത്തോപ്പും കഴിക്കത്തില്ല, എന്നാലും ഇടയ്ക്കൊന്ന് വെക്കാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഷിംല മിർച്ചി ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അപ്പം ക്യാപ്സിക്കമൊക്കെ പനീർ വെക്കുവാണെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചെടുത്തതായിരിക്കും. പിന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ക്യാപ്സിക്കം വേണ്ടി വരും. പിന്നെ കിഴങ്ങിനും ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ കുറച്ച് വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഉള്ളി പിന്നെ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൂടുതൽ ചിലവ് വരുന്നത് നമുക്ക്. ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളി ഇട്ട് ചമ്മന്തി അരയ്ക്കാമല്ലോ. അപ്പം ഉള്ളിയും തക്കാളിയാണ് എപ്പോഴും കൂടുതൽ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് പനീറായിരുന്നു. അപ്പോൾ സ്കൂളിൽ 1-2 ദിവസമൊക്കെ കൊടുത്തു വിടാൻ പറ്റും, ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൊടുത്തു വിടാൻ പറ്റും പനീർ വാങ്ങിച്ചാൽ. അപ്പം ഇത്രയും പച്ചക്കറി വാങ്ങിച്ചിട്ട് നമുക്ക് 275 രൂപയായിരുന്നു ആയത്. അത് കൂടുതലാണോ കുറവാണോ എന്ന് പറയണം. ഇതാണ് നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദാലൊക്കെ വെക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.